കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാം. ഈ കറി തയ്യാറാക്കാൻ നമ്മൾ തേങ്ങയൊന്നും അരച്ച് സമയമൊന്നും കളയണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ രുചികരമാണ്. ഇത് ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് മതി ചോറ് കഴിക്കാൻ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ. മറ്റൊരു പച്ചക്കറി ഒന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ എരിവൊന്നും നമുക്ക് വരുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഈ കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് തൈരൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ എരിവൊക്കെ കുറഞ്ഞോളും. ഉപ്പൊക്കെ ചേർക്കുമ്പോഴേ നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇതേപോലെ ഉണക്കി മോരിലൊക്കെ മുക്കി ഉണക്കിയല്ലേ ഉണ്ടാക്കാറ്. അപ്പോഴൊന്നും അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ. കൂടുതൽ എരിവുള്ളത് എടുക്കണ്ട, ഒരു മീഡിയം എരിവുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൗള് തൈരും കൂടി എടുത്ത് വെക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി. ഒരു മുളക് മതിയാവും കഴിക്കാൻ കേട്ടോ. ആ മുളക് കഴുകി വൃത്തിയാക്കി ഞട്ടെല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് കീറി കൊടുക്കണം. സെൻറ്ററിൽ ഇങ്ങനെ കീറി കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? അതിലേക്ക് ഉപ്പും തൈരിൻ്റെ പുളിപ്പും നമ്മൾ വറവിടുന്ന മസാലയുടെ ഒക്കെ ടേസ്റ്റ് പിടിക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവുക. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോഴും സെൻറ്ററിലൊന്ന് കീറിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് തൈരിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കാറ്. എന്നാൽ ഇത് നമുക്ക് ഉണക്കിയെടുക്കണ്ട, എന്നാൽ ഒന്ന് ഫ്രൈ ചെയ്യണം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. മുളകൊന്ന് കീറിയിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് കീറിയെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ അങ്ങ് പിളർത്തിയെടുക്കണ്ട, സെൻറ്ററിലൊന്ന് കീറിയാൽ മാത്രം മതി. ഓരോന്നും നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാം കേട്ടോ. പൊളിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എണ്ണയിലൊക്കെ കിടക്കുമ്പം പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ എടുക്കണ്ട, സെൻറ്ററിൽ മാത്രം. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ ചേർത്തോളൂ. എന്നാൽ തൈരിലും നമ്മൾ ചേർക്കുന്നുണ്ട്, നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചമുളക് ഒരല്പം വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നാൽ ഫ്രൈ ആയിട്ട് ഉണക്കി ഒന്നും എടുക്കണ്ട കേട്ടോ. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. കണ്ടില്ലേ, ഇതേപോലെ സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ വേവിക്കുന്നില്ല ഈ കറിയിലേക്ക്, അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ വേവ് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. ഉപ്പിടുന്നത് കൊണ്ട് എണ്ണയിലിടുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കളറൊക്കെ ചേഞ്ചായി വരില്ലേ, ആ സമയം വേണം. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റൊക്കെ പോവും. ഇതേപോലെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ട് പാകത്തിന് തൈരെടുത്ത് ഒരു ബൗളിലോ ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് വേണം ഉടയ്ക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് ഇപ്പോഴേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലേക്ക് ഉപ്പും തൈരിൻ്റെ പുളിപ്പും എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ ഇത് ചെയ്ത് വെക്കുന്നത്. ഇനി ഈ തൈര് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. തൈര് അധികം ചൂടാക്കി എടുക്കുന്നത് നല്ലതല്ലല്ലോ. ഇനി നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ വറുത്തിടുന്നതാണ് കേട്ടോ. വറുത്തിടുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് സാധനങ്ങളും കൂടി നമ്മളിതിലേക്ക് ചേർക്കണം. സാധാരണത്തെ പോലെയല്ല. അതിനായിട്ട് വെളിച്ചെണ്ണ അല്പം പാനിലൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ജീരകം വേണ്ടവർക്ക് ജീരകവും കൂടി ഇടാം കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്തിട്ട് അതിലേക്ക് വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടണം. ഒന്നോ രണ്ടെണ്ണോ പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് സിമ്മിലിടണം, കരിയിക്കരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇത് ഫ്രഷായിട്ട് പച്ച ടേസ്റ്റിലാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോഴാണ് ഈ കറിയുടെ രുചി അറിയുക കേട്ടോ. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തു. ഒന്ന് ബ്രൗൺ കളറായി കണ്ടില്ലേ, കറിവേപ്പിലൊന്നും കരിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരു നുള്ള് മതി, ഒരു കളറിന് വേണ്ടി മാത്രം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി മെയിനായിട്ട് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? കായമാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്നില്ലേ, ആ കായം ഒരല്പം. കുപ്പിയിലുള്ള പൊടിയായാലും മതി കേട്ടോ, ബോട്ടിലുള്ള പൊടിയായാലും മതി. ഞാൻ ഇത് പീസ് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. അതും ഓവറാവണ്ട കേട്ടോ, എന്നാലും ഒരു നല്ലൊരു ഫ്ലേവർ വരണം. അതും കൂടി ചേർത്ത്
എണ്ണയിലൊന്ന് മൂപ്പിച്ച് നല്ലൊരു സ്മെല്ല് വരട്ടെ. നമ്മളിത് കറിയൊന്നും തിളപ്പിക്കുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതേപോലെ ശ്രദ്ധിച്ച് വറുത്തിടണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി തൈര് മുളകും കൂടി ചേർത്ത് വെച്ചതിലേക്ക് നമ്മൾ ഈ വറവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഈ മുളകിലേക്ക് എല്ലാ ഫ്ലേവറും പിടിക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.